പത്തരമാറ്റിൻ്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രനെ ആദർശ് കണ്ടെത്തിയിരിക്കുകയാണ്. ആദർശ് നമ്മുടെ മാളവികയെ പൂട്ടിയിട്ട സമയത്ത് അവിടെ വെച്ച് നാഗേന്ദ്രനെ കാണുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയ നാഗേന്ദ്രനെ പിന്തുടർന്ന് കണ്ടുപിടിക്കുകയുമാണ്. അങ്ങനെ നാഗേന്ദ്രൻ ചോദ്യം ചെയ്യുകയും തലങ്ങും വിലങ്ങും നാഗേന്ദ്രനിട്ട് പൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ കുടുംബത്ത് കയറി ഇനിയും കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല, മുത്തശ്ശനോടന്ന് കളിച്ച പോലെ ആയിരിക്കില്ല, എന്നോട് കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് ശക്തിയും കൂടിക്കഴിഞ്ഞാൽ നിനക്ക് പിന്നെ തല കുനിച്ച് റോട്ടിലൂടെ നടക്കേണ്ട അവസ്ഥയാകും എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രന് താക്കീത് നൽകുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും, നിന്നെ പൂട്ടാനുള്ള എല്ലാ വഴികളുമായിട്ടായിരിക്കും ഞാൻ നിൻ്റെ മുന്നിൽ എത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയ ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് നാഗേന്ദ്രനെ വല്ലാതെ അങ്ങ് ചൂടാവുന്നുണ്ട്. എന്നിട്ട് ഇത്തിരി പോന്ന നീ എന്നെ ഭരിക്കാനായോ, ഇതിനും വലിയ ആളുകളെ കണ്ടുകൊണ്ടാണ്, ശത്രുക്കളെ നേരിട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്, നിന്നെയൊക്കെ തീർക്കാൻ എനിക്ക് ഒറ്റ നിമിഷം മതി, ഇപ്പോൾ പാളിയതൊന്നും നീ നോക്കണ്ട എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് നാഗേന്ദ്രൻ. അങ്ങനെ പിന്നീട് ആ ഒരു ഏഞ്ചുലറിയിലുള്ള ആൾ ആരാണെന്ന്, ശത്രു ആരാണ് എന്നൊക്കെ കണ്ടെത്തിയിട്ട് ആദർശ് വിജയിച്ച് മുന്നോട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ഈ വിവരം അറിഞ്ഞിട്ട് മുത്തശ്ശൻ ആദർശിനെയും നയനയെയും കാണാൻ വരികയാണ്. എന്നിട്ട് ആദർശിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, നിന്നോടൊരു ദേഷ്യവും എനിക്കില്ലായിരുന്നു മോനെ, നീ വിജയിച്ച് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണണമായിരുന്നു. കാരണം നീ അന്ന് തോറ്റ് തല കുനിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് നിന്നെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഞാൻ കുറച്ച് അകന്ന് നിൽക്കണമെന്ന് കരുതി. ആ വാശിയോടു കൂടിയും എന്നോടുള്ള ഇഷ്ടത്തോടു കൂടിയും പ്രതികളെ കണ്ടെത്താനുള്ള ആ ഒരു ത്വര നിൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിട്ടുനിന്നത്, അല്ലാതെ നിന്നോട് ദേഷ്യം കാണിക്കാൻ എനിക്കൊരിക്കലും പറ്റത്തില്ല. ഇതിനിടയ്ക്ക് മോള് സങ്കടപ്പെടേണ്ട എന്ന് കരുതി മോളെ ഈ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് മോളോട് ഞാൻ തുറന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഞാൻ നിന്നോട് അറിയിക്കരുത് എന്ന് പറഞ്ഞു. നിന്നോട് അറിയിക്കാനുള്ളൊരിത് മോൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു, ആ സങ്കടവും അവൾക്കുണ്ടായിരുന്നു. പിന്നെ നല്ലതിനാണെന്ന് കരുതിയിട്ടും പിന്നെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മൾ ഒന്നാവാൻ എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രമാണ് നിന്നോട് പറയാതിരുന്നത്. ഏതായാലും ഇപ്പോൾ സന്തോഷമായി മോനെ, നീ ഇപ്പോൾ എൻ്റെ കൊച്ചുമോനെ ആ ഒരു പേര് ഇപ്പോൾ നിലനിർത്തി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ആഘോഷമാക്കണം, എല്ലാ അകമ്പടിയോടു കൂടിയും നീ വീണ്ടും ആഞ്ചലറിയുടെ മാനേജർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ആ നാഗേന്ദ്രനെ വിട്ട് കളയരുത് മുത്തശ്ശ, അവന് നല്ല പണി കൊടുക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നും അയാളെ കാണാനും ഒക്കെ പോകുന്ന ആളുകളുണ്ട്, അതാരാണ് എന്നുള്ളതും ശത്രുക്കളെ കൂടുതൽ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, ഇനിയും ചെയ്യാൻ ഒരുപാടുണ്ട് മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവനെ കാണാൻ പോകുന്നുണ്ട്, എനിക്ക് അവനെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ നേരെ നാഗേന്ദ്രൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ നമ്മുടെ മുത്തശ്ശൻ്റെ ആ ഒരു വരവ് കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ കരുതിയത്, നിന്നെ ഒളിഞ്ഞിരിക്കുന്ന നിന്നെ കണ്ടെത്താൻ ഞങ്ങൾക്കാവില്ലെന്നോ, നീ ആദർശിനെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും എന്താ കരുതിയത്, ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞു എന്നാണ് നീ കരുതിയതല്ലേ, പക്ഷേ ഇതൊക്കെ ഞങ്ങളുടെ ഓരോ കരുക്കൾ മാത്രമായിരുന്നു, നിന്നെയല്ല, ഇതിനേക്കാളും വലിയ കൊമ്പത്തിരിക്കുന്ന ആളുകളെ വീഴ്ത്തിയിട്ടുള്ള ആളാണ് ഞങ്ങൾ, അതിനെക്കൊണ്ട് ഞങ്ങളെ മറികടക്കാനോ വിജയിക്കാനോ നീ ആ ഒരു ഇത് കഴിയുമെന്ന് നീ കരുതണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രൻ്റെ ഷർട്ടിന് പിടിച്ചിട്ട് തലങ്ങും വിലങ്ങും അടിക്കുകയാണ് മുത്തശ്ശൻ. എന്നിട്ട് എൻ്റെ കുടുംബത്തിലോട്ട് നീ വന്നു പോവരുത്, എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കരുത്, ഒരിക്കൽ നിന്നെ പുറത്താക്കിയതാണ്, ഇനി നിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ നാട് കടത്തുന്ന രീതിയിലായിരിക്കും എൻ്റെ പ്രവൃത്തികൾ, വൈകാതെ തന്നെ നിനക്കത് നേരിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം അടി വെച്ച് കൊടുത്ത് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് പോകുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നെ സഹായിക്കുന്നവർ എൻ്റെ വീട്ടിൽ എൻ്റെ ചോദ്യം കഴിയുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം, അവരാരൊക്കെയാണെന്നുള്ളത് ഏകദേശം എനിക്ക് ഊഹം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വൈകാതെ അവരെയും കൂടെ നിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ നാഗേന്ദ്രൻ ആകെ ഒരു പേടിയോടുകൂടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ മോള് എൻ്റെ അടുത്തേക്ക് വന്നതും അഭിയും എന്നോട് കൂടെ ചേർന്നതും ഒക്കെ ഇയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാവും, പിന്നെ ഞാൻ വിചാരിച്ചതൊന്നും നടത്തിയെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പേടിച്ച് നിൽക്കുകയാണ് നാഗേന്ദ്രൻ.